ഗയ്സ്, ഞാൻ മൈൻക്രാഫ്റ്റിൽ പുതിയ കാറും കാലൊക്കെ പഠിച്ചിട്ടുണ്ട് ഗയ്സ്. ഈ കാറും കൊണ്ട് എന്തായാലും വില്ലേജസിന് മുമ്പിൽ കണ്ട് കുറച്ച് ഷോ കാണിക്കാം. വില്ലേജസ് ഇത് കണ്ട എന്റെ കാറുണ്ട് എങ്ങാണ്ട് കിടിലൻ കാറല്ലേ. ഞാൻ 30 കോടി കൊടുത്ത് ചെലവാക്കിയ എന്റെ കിടിലൻ കാറാണ് കേട്ടാ. ഭയങ്കര കണ്ട് പഠിക്കട്ടെ എന്നെ. അല്ല, ഇതെന്താണ് ഗയ്സ്, വില്ലേജറിന്റെ സ്റ്റാച്ചും ഒരു സ്റ്റെയർ കേസും ഞാൻ ഇതിപ്പോഴാണല്ലോ കാണുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യും, നമുക്ക് തൽക്കാലം ഈ ഒരു കാറും കലക്ക് ഇവിടെ പാർക്ക് ചെയ്തേക്കാം. അയൻകുരമാനെ നോക്കണേടാ ഗസ്. ഇത് ഞാൻ മൈൻക്രാഫ്റ്റില് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. ഇത് ഞങ്ങൾക്ക് സ്റ്റെയർ കേസ്, വില്ലേജസിന്റെ സ്റ്റാച്ചുവും കാലക്ക്. അതിന് ഈ മണ്ടന്മാർക്ക് സ്റ്റാച്ചു ഒന്നും ഉണ്ടാക്കാറിനോടല്ലോ. ഇമാർക്ക് അത്ര മട്ട ബുദ്ധിയൊക്കെ വെച്ചാ അതറിയത്തില്ല. എന്തായാലും നമുക്ക് ഇനി ഈ സ്റ്റെയർ കേസിൽ കൂടെ ചെന്ന് കയറി നോക്കാം എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. ഇതിൽ നമ്മൾ വില്ലേജറിന്റെ ഈ സ്റ്റാച്ചുയുടെ മണ്ട എന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലല്ലോ ബ്രോ. ഒരു മിനിറ്റ്, ഇതെന്താ സാധനം? എന്താ ഇതുണ്ടോ ഇവിടെ ഒരു ബുക്കും കലക്കുണ്ടല്ലോ. എന്താണ്? ഇതൊരു ചലഞ്ചാണ്. ഈ ഗോൾഡൻ പ്രഷർ പ്ലേറ്റിൽ നിന്ന് ചലഞ്ച് എടുത്ത് TP ആകും. ഓക്കെ, ചലഞ്ച് ജയിച്ചാൽ ഇവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ആകും. ആൻഡ് ഗെസ് വാട്ട്, ഇതിലൊരു ഗിഫ്റ്റ് കാണും. ഗുഡ് ലക്ക് ഗൈസ്. ഈ ഒരു ഗോൾഡൻ പ്രഷർ പ്ലേറ്റ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചലഞ്ചുള്ള സ്ഥലത്ത് TP ആവും. ആൻഡ് നമ്മൾ ആ ചലഞ്ച് ജയിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമുക്കൊരു അടിപൊളി ഗിഫ്റ്റുകളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എന്തായാലും ഗൈസ് ഇപ്പൊ തന്നെ ഈ ചലഞ്ചിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. 3, 2, 1. നിങ്ങൾ ലൈക്ക് അടിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇനി ചലഞ്ച് എടുത്ത് പോവാം. ഓക്കെ, എന്നിട്ട് ചലഞ്ചുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ചലഞ്ച് സ്ഥലം. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ഈ ബട്ടൺ തുറന്ന് ഐശ്വര്യോട്ട് കയറാം. ഓക്കെ, കയറിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് നമ്മൾ പാർക്കോറാണ്. പാർക്കോർ ചെയ്ത് നമ്മൾ അവിടെ എത്തണം. ഓക്കെ, ചാടിക്കോ, ഇങ്ങോട്ട് ചാടിട്ട് ലെറ്റ്സ് ഗോ, ഇങ്ങോട്ട് ചാടുക. ഓക്കെ, ഇനി ഇത് ചെറിയ ഗ്ലാസ് ആണ്, നമ്മൾ ഈ ഗ്ലാസ്സിന് വേണ്ടി ചാടണം. ഓക്കെ, അങ്ങനെ ചാടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ ഇങ്ങോട്ട് രക്ഷപ്പെട്ടു. എന്റെ പൊന്നെ, എന്തായാലും നമ്മൾ ഫസ്റ്റ് ട്രൈ തന്നെ ഈ ഒരു ഫസ്റ്റ് ലെവലിലെ പാർക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ബട്ടൺ തുറന്ന് നേരെ അങ്ങ് പോവാം. ഓക്കെ, ഇനി അടുത്ത ചലഞ്ച്. ഇതെന്താണ് സാധനം? ഇവിടെ കുറെ ട്രാപ്പ് ഉണ്ടല്ലോ. ഇവിടെ കമ്പിയും വള്ളിയും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് ഇതൊന്നും ടച്ച് ചെയ്ത് പതുക്കെ വേണം പോവാൻ. അയ്യോ, ട്രാപ്പ് അയ്യോ ഇവിടെ. ഓക്കെ, പതുക്കെ പോട്ടെ. ഓക്കെ, എന്തായാലും ഈ ബട്ടൺ നമുക്ക് നൈസായിട്ട് പോവാം. അങ്ങനെ ആവുന്നുണ്ട്. ഇവിടത്തെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി അടുത്ത ബട്ടൺ തുറക്കട്ടെ. തുറന്ന് ഇതെന്താ സാധനം? ബ്രോ ചാലേ. അതാ ചത്ത്. അതെങ്ങനെ? പിന്നെ ഞാൻ ഇവിടെ എങ്ങനെ പോകും? അതാ വെയിറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ കൂടെ സ്പീഡ് ഇടുന്നുണ്ടല്ലേ. നമുക്ക് സ്പീഡ് ഇട്ടിട്ട് അതാ നമ്മളവിടെ ചാടി എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ ചത്തന്ന്. ഇവിടെ എവിടെയൊക്കെ ഇൻവിസിബിൾ ആയിട്ട് ഡാമേജ് ചെയ്യുന്ന ബ്ലോക്ക് ഉണ്ട്. പക്ഷേ 2 ബ്ലോക്ക് നമുക്ക് എഫക്റ്റിംഗ് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ രക്ഷമായിട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് പോവാം. പെട്ടെന്ന് തുറക്കട്ടെ. ഓ എടാ, ഇതെന്തോന്ന്? കുറെ തീകളും കാലക്ക്. ഈ തീയിൽ ടച്ച് ആവാറുണ്ട് നമ്മൾ പോകുക. നമ്മളെ മിക്കാറ് ഇന്ന് അൽഫാം ആവുമെന്ന് തോന്നുന്നു. പതുക്കെ വഴി പോവാം. പൊള്ളി ഓക്കെ, പതുക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, പൊള്ളി അയ്യോ ചാടല്ലേ. എന്തായാലും നമുക്ക് ഈ ബട്ടൺ തുറന്ന് അങ്ങനെ നമ്മൾ ഇവിടെ എസ്കേപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ 3 സ്ഥലം വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ 2 സബ്സ്ക്രൈബ്സ് എന്നാൽ മാത്രമേ ഇതേ കണക്കത്ത കുറെ ചാലഞ്ചസും കാലത്ത് ഇനിയും വരുത്തുള്ളൂ. സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ഒക്കെ അടിച്ചു പൊട്ടിച്ചോ. ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു ബട്ടൺ തുറക്കാം. ഇതെന്താണ്? ഇവിടെ മൊത്തം സ്പൈക്സ് ആണല്ലോ. നമ്മൾ ഈ സ്പൈക്സിലൊക്കെ ടച്ച് ആവാതെ വേണം പോവാതെ. ടച്ച് ബ്രോ. യു ചാവാതെ വേണം പോവാൻ. ഓക്കെ, ടച്ച് ആവരുത്. ചാടിച്ചോ. നമ്മൾ താണ്ടെ പതുക്കെ വേണം പോകാ. കാണുന്നത് മൊത്തം ഞാൻ ടച്ച് ആവാണ് സ്പൈക്സിലൊക്കെ. എന്താണ് ഇവിടെ മൊത്തം ഉണ്ടല്ലോ. നമുക്ക് പതുക്കെ ഈ വഴി ഇങ്ങനെ പോവാം. ഓക്കെ, പതുക്കെ പോട്ടെ. ടച്ച് ആവല്ലേ. ചാടി. ചാടി. ഓക്കെ, രക്ഷപ്പെട്ടു. എന്തായാലും നമ്മള് അങ്ങനെ 2 പ്രാവശ്യം സ്പൈക്സ് ചത്തെങ്കിലും നമ്മൾ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ബട്ടൺ തുറന്നട്ടെ. അങ്ങോട്ട്. ഓക്കെ, ഫൈനലി അത് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ബട്ടൺ തുറന്ന് നമുക്ക് അടുത്തടുത്ത് പോവാം. പിന്നെ സ്പൈക്കോ ബ്രോ. അയ്യോ പോയിസൺ ഗൈസ്. നമുക്ക് പോയിസൺ അടിച്ചിരിക്കുന്നു. ഇത് പോയിസൺ ഉള്ള സ്പൈക്കാണ് ഗൈസ്. നമ്മൾ ഒട്ടും ടച്ചാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പോയിസൺ കിട്ടിക്കൊണ്ടേ ഇരിക്കും. എങ്ങനെ ചാടൂടെ ഗൈസ്? നോക്കി നമ്മൾ ചെറുതായിട്ട് ടച്ചാൽ മതി ഗൈസ്. അപ്പൊ തന്നെ പോയിസൺ മൊത്തം നമ്മുടെ അകത്ത് കയറിയിരിക്കുവാണ്. പതുക്കെ നമ്മളിവിടെ വന്നിട്ട് ചടിക്കോ. ഓക്കെ, രക്ഷപ്പെട്ട്. അടുത്ത ചാടി. അതാ പോയിസൺ അടിച്ച്. ചാട്. നമ്മളിപ്പോ ചാവല്ലേ. ഞാൻ ടച്ച് ചെയ്യുന്നില്ല. എവിടെ ടച്ച് ചെയ്യുന്നില്ല? നമ്മുടെ പോയിസൺ തീരട്ടെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പോയിസൺ കിട്ടുന്ന നമ്മൾ ചാവും. ഓക്കെ, ഇതിലെങ്കിലും നമ്മൾ ചാവാതെ വേണം നമുക്കൊന്ന് എസ്കേപ്പ് ആവും. പിന്നെ പോയിസൺ അടിച്ചോ. ചടിക്കോ. അടുത്ത ചത്ത്. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഒന്നുകൂടെ ചെല്ലാം. ചടിക്കോ.
പോയിസൺ അടിക്കുന്നടാ പിന്നെയും എന്തായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ ചാടാ. അതാ പോയിസൺ. പിന്നെ ഗൈസ് നമുക്ക് ഇത്തവണ ഭയങ്കര സൂക്ഷിച്ച് വേണം പോവാൻ. ചാച്ചാൻ വെള്ളത്തിൽ അടിക്കും. ഫൈനലി അങ്ങനെ നമ്മൾ അത് ചാടി ഇങ്ങോട്ട് വന്നിട്ട് പോയിസൺ ടച്ച് കുഴപ്പമില്ല. എന്നാലും പെട്ടെന്ന് വേറെ പോയിസൺ നമ്മൾ അധികം ടച്ച് ആവരുത്. എത്തി എന്റെ പൊന്നോ, കുറച്ച് ഹാർട്ട് കുറഞ്ഞാലെന്താ ഗൈസ്. നമ്മൾ എങ്ങനെയൊക്കെയോ ചവിട്ടി പിടിച്ച് ഇന്ന് നമ്മള് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. എടാ ഇവിടെ എന്താണ് ഗൈസ്? ഇവിടെ എനിക്ക് തോന്നുന്നു മെയ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഗൈസ് ഈ വഴി ഇങ്ങനെ പോകാം. എടേ ഇവിടെ വഴിയില്ല ബ്രോ. എടാ പറ്റിച്ചറാ നമ്മളെ ഗൈസ്. ഇവിടെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. മിക്കവാറും ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, എടാ ഇങ്ങോട്ടാണ് തോന്നുന്നത്. ഇവിടെ ചെസ്റ്റ് കേൾക്കണ്ടല്ലോ ബ്രോ. അയ്യോ എന്താണ് റോട്ടം ഫ്ലഷ് ആടാ ഗൈസ്. നമുക്ക് കിട്ടിയതുണ്ടോ റോട്ടം ഫ്ലഷ്? ഇത്രയും എന്തായാലും ഇരിക്കട്ടെ, ഫ്രീ ആയിട്ട് തന്നെ ഇല്ലേ. എന്തായാലും നമുക്ക് ഇനി ഇത് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ടാന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കേ, ചത്തു ഗൈസ്. ഇവിടെ ഇതുണ്ടായിരുന്നോ, നമ്മൾ അറിഞ്ഞില്ല ഗൈസ്. ഇതുണ്ടോ, നമ്മൾ നേരെ വന്നെയാണ്. അത് നോക്കുമ്പോഴത്തേക്ക് തറലോട്ട് വീണ്. കുഴപ്പമില്ല, നമുക്ക് അതിൽ ചാടി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മൾ കാണണ്ടേ ഗൈസ്, ഈ ഒരു ഡോറിൽ നിന്ന് അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആയി. അങ്ങനെ ഇവിടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പെട്ടിയാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇവിടുന്ന് കൂടെ എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് മിക്കവാറും ആ ഗിഫ്റ്റിംഗ് കാലത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് ഐശ്വര്യമായിട്ട് ഈ ബട്ടണൊക്കെ തുറക്കൂ. എന്റെ പൊന്നെ സ്കെൽട്ടൻ. ഇത്ര സ്കെൽട്ടൻ ഉണ്ടായിരുന്നോ? അതാ പോയി ചെറിയ തേനി തത്ത് കാര്യത്തിൽ തീരുമാനമായി ഗൈസിന്റെ. അപ്പൊ ഗൈസ് ഇവിടെ ഒരു പാർക്ക് റൺ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ആസിഡ് ആണ് ഗൈസ്. അത് മാത്രമല്ല സൈഡിൽ ഇത്ര സ്കെൽട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ സ്കെൽട്ടൻസിന്റെ ബോയിൽ നിന്നൊക്കെ നമ്മൾ ഡോജ് ചെയ്ത് ആസിഡ് വീഴാത്ത പാർക്കൂർ ചെയ്ത് അങ്ങോട്ട് എത്തണം ബ്രോ. ചടിക്കൂ. വീഴ്ത്തി കാണാത്ത പോയിസനെ വീഴ്ത്തി ചത്ത്. ഓക്കെ, ചടിക്കൂ പോട്ടെ. സെക്കൻഡറിയില് എടാ നമ്മള് എസ്കേപ്പ് ആയിടാണത്. അയ്യോ, പോയിസൺ നൈസ് എനിക്ക് ഇപ്പോഴും അടിച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, സ്കെൽട്ടൻ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നല്ല ജയിച്ചു ഗൈസ്. സ്റ്റാൻഡ് ഓൺ പ്രഷർ പ്ലേറ്റ് ടു ഗോ ബാക്ക് ടു വില്ലേജ്. അത് തന്നെ, നമുക്ക് നേരെ വില്ലേജിൽ പോവാം. പിന്നെ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ചടിക്കൂ ഗൈസ്. നമ്മളാണ് വില്ലേജറിന്റെ സ്റ്റെയർ കേസിൽ നമ്മൾ ഫൈനലി തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് ഇനി ഈ സ്റ്റെയർ കേസിന് നേരെ മണ്ടയിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ചലഞ്ച് എന്നാൽ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഗിഫ്റ്റ് തന്നില്ലെങ്കിലാണ് ഇനി. ഓക്കെ, എന്തായാലും നമുക്കിനി അതൊക്കെ പോവാം. എടാ ഇവിടെ കുറെ ബ്ലോക്സ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ താണ്ടെ അത് ഓപ്പണിംഗ് കാർക്ക് ആയിട്ടുണ്ട്. എനിക്കൊന്നും ഇതിന്റെ അകത്തോട്ടാണ് നമ്മൾ ചെല്ലേണ്ടതെന്ന്. ഇതിന്റെ അകത്തോട്ടാണ്. ഓക്കെ, എടാ അതെന്താണ് അടിയിൽ ഒരു ഗോൾഡൻ പ്രഷർ പ്ലേറ്റ്സ്? ഓ ഗൈസ്, താണ്ടെ നമ്മൾ ഇവിടുത്തെ ഗോൾഡൻ പ്രഷർ പ്ലേറ്റ് നമ്മൾ നിന്നപ്പോഴാണ് നമ്മൾ ചലഞ്ചിന്റെ സ്ഥലത്ത് ടീപ്പ് ചെയ്ത്. എനിക്ക് നമ്മൾ ഇനി ഗിഫ്റ്റുള്ള സ്ഥലത്ത് ടൈപ്പ് ചെയ്യുമെന്ന് തോന്നിട്ടോ. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഓക്കെ, നമുക്കൊരു നേരെ അങ്ങോട്ട് കാണാം. ലെറ്റ്സ് ഗോ. ഏതാണ്ടേ നമ്മൾ ഗിഫ്റ്റുള്ള ടൈപ്പ് ഇത്ര എനിക്കാണ് ഗൈസ്. ഒരു വലിയൊരു മാൻഷൻ ഉണ്ട് നമുക്ക്. അത് മാത്രമല്ല ഇത്ര അപ്പുറം ഇപ്പുറം ആയിട്ട് താണ്ടെ ഇത്ര ഡയമണ്ട് ബ്ലോക്സ് നമുക്ക് ഗിഫ്റ്റ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ ഒരു കാറല്ലായിരുന്നു വാങ്ങിച്ചത്. ഇതിപ്പോ ഗൈസ് ഇത് എത്ര കാറാന്ന് നോക്കിയാ? 1 2 3 4 5 6 കാറും ഇത്ര അതൊക്കെ ഡയമണ്ട് ബ്ലോക്സും വലിയൊരു മാൻഷനും ഗൈസ് നമുക്ക് താണ്ടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നേ. കൊള്ളാം, അടിപൊളി. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ കണക്ക് ഇനിയും ചാൻസുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. അതേ കണക്കിന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.